വെൽക്കം ബാക്ക് ടു വൈബ് ഫുഡ് ഗൈസ്. നമ്മൾ വൈബ് ചെയ്യാൻ വേണ്ടി അൺഎക്സ്പെക്റ്റഡ് പ്ലാൻ ഗോർഫൊക്കെ നേരെ ഒറ്റ വേണ്ടി രാവിലെ 3 മണിക്ക് എൽട്രം വെക്കുന്ന പറഞ്ഞ രാത്രി എൽട്രം വെച്ച് എന്താ നമുക്ക് പോവാം. ഓക്കെ, പുലർച്ചെ 3 മണി കേട്ടാ. പുലർച്ചെ 3 മണിക്ക് നമ്മളെ നാട്ടിലെ അവസ്ഥ മീൻസ് നമ്മൾ ദുബായ് നാട്ടിലെ അവസ്ഥ. ഓക്കെ, ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് 24 hours. അറബിക് ഫുഡാണ് 24 hours. ഓക്കെ ഗൈസ്, ഇതാണ് ഇവിടുത്തെ അവസ്ഥ. എല്ലാവരും പണി തുടങ്ങിയിട്ടുണ്ട്. മാരേജ് ആണെങ്കിലും മിൽക്ക് ഡെലിവറി പോയേക്കാം നമുക്ക്. 24 hours പറഞ്ഞു കാറില്ല, ഞങ്ങൾക്ക് തിരക്കുന്ന കണ്ട. നമ്മളെ പേടൊക്കെ ഇവിടെ ഉണ്ട്. ഓക്കെ, പോട്ടെ. എൻ്റെ ടണൽ കയറിയിട്ടില്ല നമ്മളിപ്പോൾ. ഓക്കെ, ടണൽ ഇത് ഗോർഫ് ടണൽ പോകുമ്പോൾ 5 ടണൽ കിട്ടും തോന്നുന്നു. അതിൽ ഇത് രണ്ടാമത്തെ ടണൽ കുറച്ച് ലെന്തിലിട്ടുണ്ട്. ടോട്ടൽ ടണൽ 13 കിലോമീറ്റർ ഉണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ ടോട്ടൽ വൺ വേ ഇത് 132 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു. 132 കിലോമീറ്റർ അതുകൊണ്ട് തിരിച്ച് വരുമ്പോൾ ഒരു 250 കിലോമീറ്റർ എബോവ്. ഓക്കെ, നമ്മളിപ്പോൾ സ്ഥലത്ത് എത്താറായി. കുറച്ചേ ഉള്ളൂ. നമുക്ക് നല്ല ഒരു വ്യൂസാണ് നമ്മൾ ഈ ഫ്ലൈറ്റ് ലാൻഡ് ടൈമുള്ള കാണുന്ന അതൊരു അവസ്ഥ. ഓക്കെ, കയറി നോക്കാം നമുക്ക് ഇവിടുത്തെ തിരക്കുണ്ട് ഇവിടെ. ഓക്കെ അല്ലേ, സമയത്ര ഇപ്പം സമയം 5:35. ഓക്കെ, ഇവിടുത്തെ കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അടിപൊളി വ്യൂസാണ്. നമ്മൾ പ്ലാനറ്റ് ഇതാണ് ഇവിടുത്തെ താൽക്കാലിക വ്യൂസ്. നമ്മൾ സൺറൈസ് നമുക്ക് കാണിച്ചു തരാം. ഓക്കെ, കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. കുറേ ഫാമിലീസ് ഉണ്ട് കേട്ടോ. നല്ല തിരക്കുണ്ട് കേട്ടോ. ഫാമിലീസ് ആണ് അധികം ഉള്ളത് ഇവിടെ. ഓക്കെ, കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേ ഏരിയ ഉണ്ട്. പിന്നെ ഇവിടെ വരുന്ന ആൾക്കാർക്ക് പ്രത്യേകം ഇവിടെ എത്തുന്നതിന് മുമ്പ് എല്ലാവരും വാഷ്റൂമിൽ പോയി വരിക. ഓക്കെ, കാരണം ഇവിടെ വാഷ്റൂം 7 മണിക്കേ തുറക്കുള്ളൂ. അതും ഈ കെഫേൻ്റെ ഉള്ളിൽ. പിന്നെ നിസ്കരിക്കാനുള്ള സ്ഥലമില്ല. നമ്മളിവിടെ പിന്നെ സൈഡിൽ നിസ്കരിച്ച് വന്ന് അങ്ങനെ കുറേ ആൾക്കാർ ഫാമിലീസ് കുറേ ആൾക്കാരുണ്ട്. ഓക്കെ, പിന്നെ പറയാനുള്ള വെച്ചാൽ ഇവിടെ ചാർജ് ഉണ്ട്. പെർ ഹവറാണ് ചാർജ്. ഫസ്റ്റത്തെ ഹവറിന് 20 ദിറംസ്, പിന്നെ രണ്ടാമത്തെ മണിക്കൂറിന് 60 ദിറംസ് ആണ്. പിന്നെ മൂന്നാമത്തെ മണിക്കൂറിന് 120 ദിറംസ്. പിന്നെ ആഫ്റ്റർ 4 hours ഓൺവേർഡ്സ് പെർ അവർ 50 ദിറംസ് ചാർജ് വരും. ഓക്കെ, അപ്പോൾ നല്ലൊരു ചാർജാണ് ഈടാക്കുന്നുള്ളത്. കുറേ ആൾക്കാരുണ്ട് കണ്ട, എത്ര വണ്ടി ഉണ്ട്. ഓക്കെ, അതേപോലെ ഇന്ന് സൺറൈസ് കാണാനുള്ള ഒരു ചാൻസ് വളരെ കുറവാണ്. കാരണം പലയിടത്തും മഴ വന്നുകൊണ്ട് മഞ്ഞ് മൂടിയിട്ടുള്ളത്. കുറേ ഫാമിലീസ് ഉണ്ട്. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മളൊരു വീഡിയോ കണ്ടു വന്നാണ്. എന്താണെന്ന് എക്സ്പീരിയൻസ് നോക്കാം. ഓക്കെ, സൺറൈസ് കണ്ട നിങ്ങളും കൂടി കാണിച്ചു തരാം. ഓക്കെ, ഇല്ലെങ്കിൽ നമ്മൾ ഗോർഫുഖാൻ ബീച്ചിൽ പോകണം ഇൻഷാ അല്ലാഹ്. പിന്നെ ഒരു വിഷയം പറയാനുള്ളതെന്ന് വെച്ചാൽ ആ ചാർജിൻ്റെ വിഷയം. അതായത് ഇവിടുന്ന് ഈ കെഫേന്ന് അറൗണ്ട് 50 ദിറംസ് പർച്ചേസ് ചെയ്താൽ 2 മണിക്കൂർ ഫ്രീ എന്ന് തോന്നുന്നു. അതായത് ഇവിടുത്തെ ഒരു ചായക്കിന് കൊടുക്കണം 10-25 ദിറംസ്. ഓക്കെ, അതും കൂടി നോട്ട് ചെയ്യാം. ഇതാണ് ഗൈസ് ഇപ്പോഴത്തെ ഇവിടുത്തെ അവസ്ഥ. കണ്ട, എല്ലാവരും ഫോൺ പിടിച്ച് നിൽക്കുന്നു. സൺറൈസ് വരുമോ? സൺമാമൻ ഇന്ന് ഞായറാഴ്ച കൊണ്ട് ചിലപ്പോൾ ലീവ് എടുത്തിട്ടുണ്ടാവും. ആകെ മഞ്ഞ് മൂടിയിട്ടാണല്ലേ. ഓക്കെ, പക്ഷേ വ്യൂസ് കണ്ട അടിപൊളിയാണ്. നല്ലൊരു വ്യൂസാണ്. ഓക്കെ, കുറച്ച് വ്യൂസാണ് നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, നോക്കാം നമുക്ക്.
നമ്മളിങ്ങനെ വന്ന് നേരെ ചെയ്തുകൊണ്ട് ഇന്ന് സൂര്യനും ലീവാണ്. ആകെ മഞ്ഞ് മൂടിയിട്ട് ഇടയ്ക്കൊരു മിന്നൽ പോലെ വന്നു പോയി അല്ലേ. ഷാഫിനെ മറ്റേ പെരാമ്പറയില് അടിത്തല്ലിയ കാരണം നമ്മുടെ സണ്ണൻ സൂര്യേട്ടൻ പ്രതിഷേധം ഹർത്താൽ ഇവിടെ എടുത്ത്. ഷാഫിനെ തല്ലിയതാരാന്ന് തന്നെ അറിയില്ല. അത് ആവശ്യം എവിടെ അല്ല, അത് വെറുതെ നമ്മൾ UAE-യിലും ഹർത്താൽ ആഘോഷിക്കാണ്. നമ്മളിവിടെ ഇപ്പോൾ എത്തി. ഇവിടെ 2 ആൾക്കാരുണ്ട്. ഹലോ ഗൈസ്, എന്താണ് വിശേഷം പറയാനുള്ളത്? സൂര്യനോട് പോയി ഇവിടെ നല്ല രസമുണ്ടല്ലേ കാണാൻ. താഴെ മാത്രം റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. താഴെ റിഫ്ലക്ട് ചെയ്യുന്നത് സൂര്യൻ താഴെ പോയി തോന്നും. ഗൈസ് നമ്മൾ അങ്ങനെ അവിടെ 60 ദിർഹംസ് കൊടുത്തിട്ട് വന്ന് സൂര്യനെ കറക്റ്റ് കാണാൻ കിട്ടില്ല. കണ്ട നമ്മൾ ബീച്ച് അടിപൊളി വ്യൂസ് ആണ്. ഫ്ലക്സില്ലാത്ത അടിപൊളി വ്യൂസ് ആണ്. കേട്ടോ സൺഡേ ഫ്രീ അല്ലേ? ഏകദേശം നമ്മൾ ചാവടയ്ക്ക് ഇറങ്ങി. അപ്പുറത്ത് നോക്കിയപ്പോൾ അവിടെ ഇല്ല, അവിടെ പൂട്ടിട്ടാണല്ലേ. അപ്പോൾ അതിന് നമ്മൾ ഇവിടെ കയറി. ഓക്കെ, എന്താ ഉള്ളതെന്ന് അറിയില്ല, നോക്കാം. കഴിക്കണം എന്നുണ്ടോയെന്ന് അറിയില്ല. എല്ലാവരും സ്ഥലം പിടിച്ചിട്ടുണ്ട്. നമ്മൾ ചാടിച്ചോണ്ടിരിക്കുകയാണ്. പക്ഷേ ഷെയർക്ക് പറ്റിച്ച് അല്ലേ ലക്ഷ്മണിക്ക് നോക്കിയിട്ട് സുലൈമാനം എടുത്തു. ചാടിപ്പൊളില്ല. ഒരാള് മുട്ട മാത്രം നോക്കി നിൽക്കും. ബോയിൽഡേക്കും ചിക്കൻ ഫസ്റ്റ് ചോദിക്കുക ചായ ഉണ്ടല്ല, ബോയിൽഡേക്ക് ഉണ്ടോ? മോർണിംഗ് എക്സ്പീരിയൻസ് ആണ്. രാവിലെ 3 മണിക്ക് എണിച്ചിട്ട് ഒരാൾ കംപ്ലൈന്റ് പറയുന്നുണ്ട്. എന്താ പോയി ആകെ കിട്ടിയ വീക്കെൻഡ് ഉറങ്ങാണ്ട് പോയി. സൂര്യനെയും കണ്ടില്ല. സൂര്യൻ നമ്മളെ കണ്ടിട്ടുണ്ടോ? നമ്മളെ കണ്ടില്ല സ്നേഹത്തിനുള്ളിലെ. പക്ഷെ സ്നേഹത്തിലൊന്ന് ഇറ്റ്ലിന്ന് പോയില്ലേ. നല്ല രസമായിരുന്നു രാവിലെ ഒരു എക്സ്പീരിയൻസ് തന്നെ. പക്ഷെ നമുക്ക് അടുത്ത് ജബൽ ജേസ് പിടിക്കും ഒരു ദിവസം. നമ്മളെന്തെല്ലാം എടുക്കുന്നത് എന്നെ വിട്ടിട്ട് നോക്കിട്ട്. നമുക്ക് യൂണിയൻ ബില്ലാണ്. കളിക്കാതെ ഡോക്യുമെന്റ് സ്റ്റിയറിംഗ്. നേരെ നമ്മൾ ബീച്ചിൽ വന്നിട്ടുണ്ട്. ഗൈസ്, ടീംസ് കമോൺ. ഓക്കെ, ബോട്ടിങ്ങിനെല്ലാം നല്ല വില. സ്പീഡ് ബോട്ട് 1/2 മണിക്കൂർ 120 ദിർഹംസാണ് ആണെന്ന് പറഞ്ഞു. ആ ബീച്ചിൽ ഇറങ്ങുന്നുണ്ട്. ഇവർ ഇറങ്ങുന്നില്ല എന്നാണ് പറയുന്നത്. ലിഫസ്ക്ക് ഇറങ്ങുന്നില്ലേ? സുഖേഷോട് ഇറങ്ങുന്നില്ലേ? ഇറങ്ങുമോ? ഇറങ്ങുന്നു. ബഗ്ഗി എത്രയാണോ ഓടിക്കാന്നല്ലേ? ബഗ്ഗി ഇതാണ് അതിൻ്റെ ഇത്. കാണുന്നുണ്ടാവും. നല്ലൊരു വൈബുണ്ട്, അടിപൊളി. നമ്മൾ നേരെ സൺസെറ്റിന് പോയ സൺറൈസിന് പോയ സ്ഥലം അതാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ ബീച്ചിൽ പോയി നേരെ ഇറങ്ങി കേട്ടോ. ഇത് ഇറങ്ങുമ്പോഴേക്ക് ഉള്ള ചെറിയൊരു കാഴ്ചകളൊക്കെ ഞാൻ നേരത്തെ എന്തായാലും നമുക്ക് സൺറൈസിൽ കാണാൻ കിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ടാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയോളൂ.
ഓക്കെ. വന്നിട്ട് അവസാനം ഫ്രീ സോണിലെത്തി. ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. വെജ് മീലേക്ക്. ഓ തിരക്കുണ്ടല്ലോ വെജ് മീ. ഏത് മറ്റേ റാവിസ? പോയി നോക്ക്, ഇവിടെ പോയി നോക്ക്. സാധനം ഇല്ലെന്ന് തോന്നുന്നു. നിക്കറ അവിടെ അപ്പുറത്ത് ഇതുണ്ട്. റൂൾസ് ആൻഡ് റെഗുലേഷൻ ഈസ് മാൻഡേറ്ററിയാ. വെജ്മിന് സാധനം ഇല്ലെന്ന് തോന്നുന്നു. 3 മണിക്ക് എണീപ്പിച്ചു. സൺറൈസ് കണ്ടോ? ഇല്ല. എന്റെ അമ്മ വെജ്മിന് പോയി നിക്കാനുള്ള സ്ഥലമില്ല അവിടെ. ഫുഡ് കിട്ടാൻ തന്നെ 1 മണിയാവും തോന്നുന്നു ഉച്ചക്ക്. അതുകൊണ്ട് നേരെ ഇവിടുന്ന് നമ്മളെ ടി ജംഗ്ഷൻ. ഓക്കെ, ടി ജംഗ്ഷനിലേക്ക് പോകുന്നു. അവിടെ എന്താ അവസ്ഥ നോക്കാം. ഇവിടുന്ന് മിക്കവാറും എല്ലാം ഇവിടുന്ന് വെജ്മിന്ന് വന്ന ആൾക്കാരുണ്ടാവുള്ളൂ. വിശന്നിട്ട് മസാല ദോശ, ചെറിയ ദോശ, ഓക്കെ നമുക്ക് സത്യ ടി ജംഗ്ഷൻ. അല്ല കുഴപ്പമില്ല, ഇവിടെ കാശുകൂടാൻ കുഴപ്പമില്ല. നമ്മ അന്ന് ഒരുപാട് തിന്നതാ. അന്ന് ഇന്നലെ കണക്ക് പറയാനാ. അല്ല ഇവിടെ ചോദിച്ചോക്കാം. അല്ല ഇവരോട് ചോദിക്കാം. ടി ജംഗ്ഷൻ അല്ല ഇവരോട് ചോദിക്കാം. ഇവിടെ അന്വേഷണം വന്നിരിക്കണം. അൺലിമിറ്റഡ് എപ്പോന്നോ? മസാല ദോശ നിങ്ങൾക്ക് എന്തൊരു ഫസ്റ്റ് അവിടെ അവസാനം പറയാൻ കാത്തിക്കണേ. ഇല്ലൊക്കെ വരും ആദ്യം പറഞ്ഞ എന്തൊരു ചൂടോളം തരാൻ കുടിക്കാം. ചിക്കൻ കറി, ബീഫ് കറി, എഗ് കറി. ബീഫ് വാങ്ങിക്കുന്ന പേയ്മെന്റ് ചെയ്യാം. ചിക്കൻ വാങ്ങിക്കുന്ന മസാല ദോശ. അവന് വേണ്ട, അവന് ഒരു പൊറോട്ട ഇത് ഓർഡർ ചെയ്ത്. പൊറോട്ട ഇല്ല, കാലി പൊറോട്ട. കറി നല്ല ഓക്കെ. അത് പൊറോട്ട നല്ല കറിയുണ്ട്. ആണ് നമ്മൾ തിരിച്ചെത്തിയിരിക്കുന്നു. എവിടുന്ന പോയത് അവിടെ തന്നെ തിരിച്ചെത്തി. കറക്റ്റ് 12. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അടുത്തേൽ പോവാ. പോയ അവിടുത്തെ വിവരങ്ങൾ അറിയിക്കുക. ഓക്കെ, അടുത്ത വീഡിയോ കാണാം. ബൈ.
ബൈ ബൈ.